ഇനിയൊരു റമദാൻ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? കഴിഞ്ഞ വർഷം ഇതുപോലെ പറഞ്ഞ ആളുകളിൽ ചിലർ ഈ വർഷം 6 അടി മണ്ണിന്റെ അടിയിലാണ്. ഇനി അടുത്തൊരു വർഷം ആ സ്ഥാനത്ത് നമ്മൾ ആകാതിരിക്കണമെന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഉന്നതമായ അനുഗ്രഹം തന്നെയാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് തന്നെ. ഈ ഒരു സമയത്ത് മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാന്മാരുടെ ഓരോ ചരിത്ര സംഭവങ്ങളും നമുക്കൊരു പാഠമാണ്. മക്കയിലെ ശത്രുക്കൾ ഒരു വഞ്ചനയിലൂടെ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ പിടിക്കുകയും നേരെ തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോവുകയും ഉണ്ടായി. ശേഷം വഫാത്തിന്റെ നേരത്ത്, അതായത് മരിക്കാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ആ ശത്രുക്കൾ ചോദിക്കുന്നുണ്ട്, ഖുബൈബേ, നിനക്ക് പകരം നിന്റെ പ്രവാചകനെ ഈ മരത്തിലേക്ക് കൊണ്ടുവരികയും നീ സുഖമായി വീട്ടിലിരിക്കുന്ന ഒരു കാര്യം നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ ഒരു അചഞ്ചലമായ വിശ്വാസത്തോടു കൂടി ഖുബൈബ് റളിയല്ലാഹു അൻഹു ആ ശത്രുക്കൾക്ക് ഒരു മറുപടി നൽകുകയുണ്ടായി. ഞാൻ സുഖമായി വീട്ടിലിരിക്കുമ്പോൾ എന്റെ പ്രവാചകന്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും എനിക്ക് സങ്കല്പിക്കാൻ കഴിയില്ല എന്നായിരുന്നു. അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള ഒരു അചഞ്ചലമായ വിശ്വാസം, അതാണ് ഈമാൻ. ഇതാണ് ഓരോ മുസ്ലിമീങ്ങൾക്കും വേണ്ടത്. ഇപ്പോൾ നമ്മൾ പിടിക്കുന്ന ഓരോ നോമ്പുകളും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നോമ്പിനാൽ നമ്മൾ കാണിക്കുന്ന സ്നേഹം തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ അള്ളാഹുവിനോടുള്ള വിശ്വാസത്തോടു കൂടിയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ഒരു നോമ്പ് അനുഷ്ഠിച്ചാൽ അവന്റെ മുൻകാല പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും, പൊറുക്കപ്പെടും എന്ന് നബി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു റമദാൻ മാസത്തിൽ ഒരുപാട് അമലുകൾ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.